നാടുവാഴും പൊന്നുതമ്പുരാന് പ്രണാമം. ശേഷയ്യ, അടിയൻ. ആരുടെ ശബ്ദമാണ് നാം കേൾക്കുന്നത്? പൊന്നുതമ്പുരാനെ, അവിടത്തെ മുഖം കാണിക്കാൻ വന്നിരിക്കുന്ന ഈ ചെറുപ്പക്കാരനാണ് കൊച്ചു തമ്പുരാട്ടിയെ കൊള്ളക്കാരിൽ നിന്ന് രക്ഷിച്ചത്. വളരെ സന്തോഷം. നിന്റെ മുഖം കണ്ട് നിന്നെ അഭിനന്ദിക്കാൻ കഴിയാത്തതിൽ നമുക്ക് ദുഃഖമുണ്ട്. വത്സ, നീ ആരാണ്? ഈ സ്വരൂപത്തിനു വേണ്ടി ജീവൻ ബലി കഴിച്ച മണ്ണാർക്കാവ് മാടമ്പിയുടെ പുത്രൻ ജയദേവനാണ് അടിയൻ. മണ്ണാർക്കാവ് മാടമ്പിയുടെ മകനോ? അതേ തമ്പുരാനെ, പണ്ട് അങ്ങ് അടിയന്റെ അച്ഛന് കൽപ്പിച്ച് സമ്മാനിച്ച കഠാരയാണിത്. പൊന്നു തമ്പുരാനെ, അതേ കഠാര, പടക്കളത്തി വെച്ച് നമ്മുടെ ജീവൻ രക്ഷിച്ചതിന് അന്ന് നാം സമ്മാനിച്ച കഠാര. മണ്ണാർക്കാട് മാടമ്പിയുടെ കുടുംബം ചുറ്റി ചാമ്പലാക്കാൻ കൽപ്പിച്ചതായി ഉപ്പിടിത്തവനോട് പറയും. പക്ഷേ മണ്ണാർക്കാവ് മാടമ്പിയെ നാം തെറ്റിദ്ധരിച്ചു. ആ കുടുംബത്തെ നാമാവിശേഷമാക്കി. ഇല്ല തമ്പുരാനെ, ഇളയിടം അന്ന് അടിയനെ രക്ഷപ്പെടുത്തി കൊണ്ടുപോയി വളർത്തി, ആയുധാഭ്യാസം ചെയ്യിച്ചു. ഇനിയുള്ള കാലം അങ്ങയെ സേവിച്ച് കുടുംബത്തിന്റെ പാരമ്പര്യം നിലനിർത്തണമെന്നാണ് അടിയന്റെ ആഗ്രഹം. ഇന്നു മുതൽ നമ്മുടെ ഒന്നാം പടയുടെ നായകനായി നിന്നെ നാം നിയമിച്ചിരിക്കുന്നു. തമ്പുരാനെ, വർഷങ്ങളെ അവിടത്തെ സേവിച്ചു കഴിയുന്ന അടിയനെ പിന്തള്ളിക്കൊണ്ട് ഈ പദവി ജയദേവന് നൽകുന്നതിൽ അടിയന് പ്രതിഷേധമുണ്ട്. വീരഭദ്ര, നിന്റെ അച്ഛൻ ഇരുളക്കുട്ടിയ ദ്രോഹത്തില് നിന്റെ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളെയും നമുക്ക് വാളിനിരയാക്കാമായിരുന്നു. പക്ഷേ നിന്റെ അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് എല്ലാ കുറ്റങ്ങളും ഏറ്റുപറഞ്ഞ് മാപ്പപേക്ഷിച്ചുകൊണ്ടാണ് നിന്നെ വളർത്തിയെടുത്ത് ഈ പദവിയിലെത്തിച്ചത്. മണ്ണാർക്കാവ് മാടമ്പിയോട് നാം ചെയ്ത പാതകത്തിന് പരിഹാരമായിട്ടെങ്കിലും ജയദേവനെ പടത്തലവനാക്കിയേ പറ്റൂ. ശേഷയ്യ, അടിയൻ. നാളെ തന്നെ ജയദേവൻ ഉദ്യോഗത്തിൽ പ്രവേശിക്കട്ടെ. അടിയൻ. അടിയന്റെ അപേക്ഷയുണ്ട്. പറയൂ. അവിടുത്തെ തൃക്കണ്ണുകൾക്ക് കാഴ്ച ലഭിക്കാനായി നാഗമാണിക്യം പ്രതിവിധിയായി നിർദ്ദേശിച്ചിരിക്കുകയാണല്ലോ. അത് തേടിപ്പിടിച്ചു കൊണ്ടുവന്ന് അവിടുത്തെ കാഴ്ച തെളിയിച്ച ശേഷമേ അടിയൻ ഈ പദവി ഏറ്റെടുക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ജയദേവ, നീ മണ്ണാർക്കാവ് മാടമ്പിയുടെ മകൻ തന്നെ. നിന്റെ അപേക്ഷ നാം അനുവദിച്ചിരിക്കുന്നു. ഇനി വിടകൊള്ളാൻ അടിയൻ അനുമതി തന്നാലും. പോയി വിജയിച്ചു വരൂ. ഈ അസമയത്ത് ഇവിടെ വരണമെന്ന് തോഴിയോട് കൽപ്പിച്ചയച്ച എന്തിനാണാവൂ? കാണാൻ, അഭിനന്ദിക്കാൻ. മണ്ണാർക്കാവ് മാടമ്പിയുടെ മകനാണെന്ന് എന്തേ നേരത്തെ പറയാഞ്ഞത്? സമയം വരട്ടെ എന്ന് കരുതി. നാഗമാണിക്യം തേടി ഉടൻ പോവുമോ? എത്രയും വേഗം. വിജയിച്ചു വരണം. പരദേവതയും ഒരു കാരണവന്മാരും അനുഗ്രഹിക്കട്ടെ. ആ കഠാര ഇങ്ങ് തന്നേക്കും. എന്തിന്? ഓർമ്മയ്ക്ക് സൂക്ഷിക്കാൻ. എന്താ കണ്ണു നിറഞ്ഞത്? ഒന്നുമില്ല. കണ്ട നാൾ തൊട്ട് സ്വന്തമാണെന്ന് തോന്നി. ഇനി എന്നാ കാണുക? കരയാതെ. ഇവരെ പിടിച്ച് തുറങ്ങി കളിക്കോ? അരുതേ, അരുതേ. പടത്തലവൻ നിലയ്ക്ക് ഞാൻ നിയമം നടപ്പാക്കുകയാണ്. അന്തപ്പുര പരിസരത്ത് അന്യപുരുഷൻ വരരുതെന്നാണ് നിയമം. ഇവരത് ലംഘിച്ചിരിക്കുന്നു. കൊണ്ടുപോകൂ. കൊച്ചുതമ്പുരാട്ടി, ഈ കഠാര കിടപ്പറയിൽ എങ്ങനെ വന്നുവെന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലായി. സേനാനി എത്ര
നിനക്ക് സിംഹാസനത്തിലിരിക്കണം, രാജകുമാരിയെ പരിഗ്രഹിക്കണം. ഇവൻ അഴിച്ചുകൊണ്ടുപോയി ഇരുട്ടറയിൽ തള്ളു. ആ വിപ്ലവരുടെ കൂട്ടത്തിൽ ഇവനും അവിടെ കിടന്ന് ചാകട്ടെ. ജയദേവ, രാജദ്രോഹം, മാപ്പ് കൊടുക്കാൻ കഴിയാത്ത കൊടിയ കുറ്റം. ഞാനാണച്ച അദ്ദേഹത്തെ കുറിയോല കൊടുത്ത് വിളിപ്പിച്ചത്. തെറ്റ് ഞാനാണച്ച ചെയ്തത്. ശബ്ദിക്കരുത്. അമ്മയില്ലാത്ത നിന്നെ നോമതിരറ്റ് താലോലിച്ചു. അന്ധനായ നമ്മുടെ വെളിച്ചമാണ് നീ എന്ന് കരുതി. പക്ഷേ നീ നിലമറന്നു. അന്തസ്സും അഭിമാനവും വിട്ടു. ഈ സ്വരൂപത്തിന് തന്നെ തീരാ കളങ്കം വരുത്തി. മൺമറഞ്ഞ മാളമ്പിയോട് നാം ചെയ്ത പിഴയോർത്ത് മകനെ നാം മാനിച്ചു. പക്ഷെ അവൻ നന്ദികേടാണ് കാണിച്ചത്. നാളെ ഉദയത്തിന് മുമ്പ് അവന്റെ ശിരച്ഛേദം ചെയ്യുവാൻ നാം കൽപ്പന പുറപ്പെടുവിക്കുക. അങ്ങേക്ക് വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങാമല്ലോ. അകത്ത് കിടക്കുന്ന രണ്ടും വേന്ദ്രന്മാരാ. അവന്മാരവിടെ കിടന്ന് ചത്ത് ശവവും കൊണ്ടേ ചെല്ലാവുന്ന ഉത്തരവ്. വീരഭദ്രൻ തിരുവേനി രാജാവാകുമോ? എന്താ സംശയം? പൊന്നുതമ്പുരാന്റെ കാലം കഴിഞ്ഞാൽ പിന്നെ ആരാ ഭരിക്കുന്നത്? അങ്ങു നന്ന് മന്ത്രിയാവുമായിരിക്കും. പിന്നല്ലാതെ. വകുപ്പേത് വേണമെന്നാണ് എന്റെ ഇപ്പോഴത്തെ ആലോചന. വിദ്യാഭ്യാസം മതിയേ. പോടാ പട്ടി, വിദ്യാഭ്യാസം കാരണം കൈക്കൂലി കിട്ടൂടാ. ഞാൻ മരാമത്തെടുക്കും. മരാമത്ത് മന്ത്രി, മാടമ്പറമ്പിൽ മഷുനൻ, ശകുനൻ. ദേവദത്ത, നമുക്ക് എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടണം. കാലന്മാരെല്ലാം കണ്ണിൽ എണ്ണയും കുടിച്ച് പുറത്ത് കാവല് നിൽക്കുകയാണ്. എന്ത് ചെയ്യും? നമുക്കൊരു തന്ത്രം പ്രയോഗിച്ചാലോ? എന്താ? ദേവദത്ത, ശബ്ദമുണ്ടാക്കാതെ. പിന്നെ ആഴത്തിൽ കുഴിക്ക്. എന്നിട്ട് മണ്ണ് നല്ലപോലെ ഇട്ട് മൂടണം. നിങ്ങളെ സമ്മതിച്ചിരിക്കുന്നു. രാജകുമാരി തന്ന ഈ ആഭരണം ആരും കാണാതെ ഇതിനകത്ത് കൊണ്ടുവന്നല്ലോ. അതൊക്കെ ഞാൻ കൊണ്ടുവന്നു. പിന്നെ ഇതിന്റെ വില എന്താണെന്ന് അറിയാമോ? 5 ലക്ഷം വരാഹന. ഞാൻ വിചാരിച്ചു ആ ശകുനി ഇത് കണ്ടുപിടിക്കുമെന്ന്. നിന്നെ ആദ്യം വിടാം. അന്നേരം നീ എടുത്തോണ്ടങ്ങ് പൊയ്ക്കോ. ദേവദത്ത, പതുക്കെ. ആരെങ്കിലും കേട്ടത് തന്നെ. 5 ലക്ഷം പതുക്കെ പതുക്കെ. ഓ, ശബ്ദമുണ്ടാക്കിയതാ. അയാൾ കേട്ടത് തന്നെ. യഥാ മുട്ടിഞ്ഞവനെ. അയ്യോ, കൊച്ചുതമ്പുരാട്ടി, ഇനി ചിന്തിച്ച് ചുട്ടെറിഞ്ഞിട്ട് എന്ത് ഫലം? എല്ലാം ദേവിയുടെ ഇച്ഛയാണെന്ന് സമാധാനിക്കൂ. നീ ഇവിടെ നിൽക്ക്, ഞാനിപ്പോ വന്നേക്കാം. ശരി. സൂര്യൻ ഉദിക്കും മുമ്പ് അദ്ദേഹത്തിന്റെ ശിരസ്. കരയാതിരിക്കൂ. ഞാൻ ഇരുട്ടറയിൽ പോയി അവിടുത്തെ സ്ഥിതിഗതികൾ അറിഞ്ഞിട്ട് വരാം. അതിന്റെ ആവശ്യമില്ല.
എനിക്ക് യാത്രാനുമതി തരൂ. ഇനി എന്താണ് തമ്മിൽ കാണുന്നത്? പൊന്നു തമ്പുരാന് വേണ്ടി നാഗമാണിക്യം തേടിയാണ് ഞാൻ പോകുന്നത്. ഈ ലോകത്തെവിടെയുണ്ടെങ്കിലും ഞാനത് കൊണ്ടുവരും. എന്റെ തമ്പുരാനെ, ദേവി കടാക്ഷത്താൽ പൊന്നു തമ്പുരാന് കാഴ്ച കിട്ടുകയും സതി എന്റേതായി തീരുകയും ചെയ്യുമെന്നാണ് എന്റെ വിശ്വാസം. നേരം പുലരാതെ ഇനി ഞാൻ നടക്കട്ടെ. നാഗമാണിക്യവുമായി ഞാൻ വരും. ആ നല്ല ദിവസത്തിനായി ഞാൻ പ്രാർത്ഥനയോടെ കാത്തിരിക്കും.